ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ നേന്ത്രപ്പഴം വെച്ച് പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കില്ലേ, അതുപോലെ നമ്മൾ പൈനാപ്പിൾ വെച്ച് പൊരിച്ചെടുത്ത ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത്. ക്രിസ്പി ആകെ നല്ല ജ്യൂസിയുമായിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്ത പൈനാപ്പിളാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ നമുക്കിതിന് വേണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ണൊക്കെ നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് രണ്ടാക്കി പുലർന്നെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പഴം നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത് പോലെ കനം കുറച്ച് ഇതേ രീതിയിൽ അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണവേ. കൂടുതൽ കനം പാടില്ല. ഒരു ആവറേജ് വണ്ണം. ഇത് ഇത്തിരി വണ്ണം കൂടിപ്പോയി. ഞാൻ പിന്നെ മുറിച്ചതൊക്കെ കറക്റ്റ് അളവിലാണ് മുറിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ആ തണ്ട് നമുക്കങ്ങ് മാറ്റിക്കളയാം. ഇത്രയും വണ്ണം മതി കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മൊത്തവും ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തേ. ഇതേ തിക്നെസ്സിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിന് വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി 1.5 കപ്പ് മൈദ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാമേ. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മുടെ വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിനൊക്കെയുള്ള വറുത്ത അരിപ്പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പലഹാരം ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ബേക്കിംഗ് സോഡയാണേ. കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കൂടുതൽ ചേർത്ത് കൊടുത്താൽ പലഹാരം നല്ല ചുമന്ന കളറിലായി പോവും. അപ്പോൾ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണും താഴെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിക്കുമല്ല തിന്നുമല്ലാത്തൊരു ബാറ്ററാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുക്കാം. അത് ആദ്യം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ ബാറ്റർ അങ്ങ് ലൂസായി പോകും. അപ്പോൾ ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത 1 കപ്പ് വെള്ളവും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ബാക്കി 1/2 കപ്പ് നമുക്ക് വെച്ചിരിക്കാം. നോക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് കലക്കി നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കലക്കി കൊടുത്തിട്ട് ഇത്തിരി കൂടി വെള്ളം ചേരും. ബാക്കി വെള്ളവും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അരി സൈഡൊക്കെ നന്നായിട്ടൊന്ന് നീക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കി വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1/4 ഭാഗത്തിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കാം. കൂടിപ്പോയാൽ പിന്നെ നമ്മൾ മാവ് ചേർക്കേണ്ടതുണ്ട്.
പക്ഷേ ഇത് കറക്റ്റ് മാവാണ്. നമുക്ക് ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്താൽ 1.5 കപ്പ് മാവൊക്കെ വേണ്ടി വരുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. വിസ്ക് കൊണ്ട് കലക്കി കൊടുത്താലും മതിയാവേ. അപ്പോൾ അതാ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളം എടുത്തതിൽ നമുക്കൊരു 1/4 ഭാഗം വെള്ളം, ഒരു 1/4നും താഴെ വെള്ളം മിച്ചം വന്നു. 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കട്ട് ചെയ്ത പൈനാപ്പിളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് 2-3 നമ്മൾ എണ്ണ നല്ലോണം മുങ്ങിക്കിടക്കണം കേട്ടോ നമുക്കിത് പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതാ ഇതിലേക്ക് ഒരു 4-5 പീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം ഞാനൊരു അപ്പച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൈനാപ്പിൾ പീസും ഈ മാവിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. ആദ്യം ഞാനൊരു 4 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എണ്ണ മുങ്ങി നിൽക്കത്ത വിധത്തിലുള്ള അതേ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് 4 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് പൊരിച്ചെടുക്കാനേ. തീ അങ്ങ് കൂട്ടി കൊടുക്കരുത്, എങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ഇപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ പലഹാരം ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പഴത്തിൽ നിന്നും വിട്ടൊന്നും പോയിട്ടില്ല. മാവ് നന്നായിട്ട് തന്നെ ഒട്ടി ഇരിക്കുകയാണ് നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് മറുപുറവും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് നന്നായിട്ടൊരു ക്രിസ്പി ആകുന്നത് വരെ മറിച്ചും തിരിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമേ. ഇനി നമുക്കൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് പതുക്കെ മാത്രമേ നമുക്ക് ഇത് ഒരു മുരിഞ്ഞ് കിട്ടത്തുള്ളേ. പെട്ടെന്ന് അങ്ങ് തീ കൂട്ടി വെച്ച് കരിച്ചെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാവേ. ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുവരെ കുറച്ച് ചരിച്ച് പിടിച്ചു വെച്ചിട്ട് നന്നായിട്ട് എണ്ണ വാർന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ആദ്യത്തേത് ഞാനൊന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ച് ഞാൻ 3 എണ്ണം വെച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് എണ്ണ മുങ്ങി നിൽക്കണം. അപ്പോൾ അതാ 3 പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് കൈതച്ചക്ക ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. അവർ തന്നെ അത്ഭുതപ്പെട്ടു പോകും, കൈതച്ചക്കയിൽ ഇത്രയും ടേസ്റ്റുള്ള പലഹാരമോ എന്ന്. ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് രണ്ടാമത്തെ ബാച്ചിന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ പലഹാരമാണിത്. ഇത് നല്ല ക്രിസ്പി, ആകെ നല്ല ജ്യൂസിയുമായിട്ടാണ് ഇരിക്കുന്നത്. ആ ചെറിയ പുളിപ്പും മധുരവുമായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൊച്ചുമക്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കൊച്ചുമക്കൾക്ക് എന്നല്ല, വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. ഇത് ആദ്യം ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ പൈനാപ്പിൾ കിട്ടുന്നെങ്കിൽ ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെയധികം ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ക്രിസ്പിനെസ് കേട്ടില്ലേ, നല്ല ക്രിസ്പിയാണ്, ഉള്ള നല്ല ജ്യൂസിയുമാണ്. ഇതിൽ നിന്ന് ഞാനൊന്ന് എടുത്തൊന്ന് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാമേ. കണ്ടോ,
ഉള്ളിൽ പൈനാപ്പിളും കവർ ചെയ്ത് നമ്മുടെ ബാറ്ററും. കഴിച്ചു നോക്കിയപ്പോൾ അപാര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റാണ്. എണ്ണയൊന്നും കുടിക്കില്ല. എനിക്ക് പൊരിച്ചെടുക്കാൻ ഒഴിച്ചതിൽ പകുതി എണ്ണയും ബാക്കി വന്നു കേട്ടോ. നമ്മുടെ പഴംപൊരി പൊരിക്കുന്നത് പോലെ തന്നെ, പഴംപൊരിയേക്കാട്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.